ഇന്നത്തെ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2024 ആദ്യത്തെ അപ്ഡേറ്റ്സ് വീഡിയോ ആണ്. ആസ് യൂഷ്വൽ ഇന്നലെ വരെ കിട്ടിയിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സും ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ആനിമേ സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ സീസൺ വിന്റർ സീസൺ എന്ന് പറയുന്നത് കുറച്ച് ഡള്ളാണ്. 2-3 സാധനങ്ങൾ ഒഴികെ വേറൊന്നും എനിക്ക് അങ്ങ് വലിയ സുഖമായിട്ട് തോന്നിയില്ല. എനിവേ ഞാൻ 2-3 എണ്ണം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിന് എങ്ങനെയാവും അറിയത്തില്ല. അതിലാദ്യം തന്നെ സോളോ ലെവലിംഗ് ഓഫ് കോഴ്സ് വൺ ഓഫ് ദി ആന്റിസിപ്പേറ്റഡ് ഷോ ഓഫ് ദി ഇയർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വർഷങ്ങൾക്ക് മുമ്പേ അനൗൺസ് ചെയ്തെങ്കിലും അതിന്റെ പ്രൊഡക്ഷനിൽ ഡിലേ കാരണം കോൺട്രവേഴ്സിയും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴാണ് അവസാനം സാധനം കിട്ടുന്നത്. ഞാനിതിന്റെ പേര് ഇങ്ങനെ കേട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ഇതിന്റെ മാൻവ കുറച്ച് ചാപ്റ്റേഴ്സ് എടുത്ത് വായിച്ചായിരുന്നു. മൊത്തം വായിച്ചിട്ടില്ല. സംഭവം ഇൻട്രസ്റ്റിംഗ് ഒക്കെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഈ അവസാനം കൊണ്ട് കല ഉടക്കുന്ന രീതിയിൽ വല്ലതും കാണിച്ചു വെക്കുമോ എന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. പിന്നെ ബേൺ ദ വിച്ച്, പിന്നെ മൈ ഇൻസ്റ്റന്റ് ഡെത്ത് എബിലിറ്റി സോ ഓവർപവർഡ് എന്ന് പറയുന്ന ഒരു സാധനം, അത് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. 2 എപ്പിസോഡ് കണ്ടു. പിന്നെ ഒരെണ്ണം കണ്ടു ചെയിൻഡ് സോൾജർ. അത് ഒരു ബോർഡർ ലൈൻ എച്ച് സാധനമാണത്. പിന്നെ കുറെ എണ്ണത്തിന്റെ കണ്ടിന്യൂഷൻ ആണ് വൺ പീസ്, ക്ലാസ് റൂം ഓഫ് ദി എലൈറ്റ് സീസൺ 3 2 എപ്പിസോഡ് വന്നിട്ടുണ്ട്. മാഷലിന്റെ സീസൺ 2 മാജിക് ആൻഡ് മസിൽസ്, ബ്ലൂ എക്സോസിന്റെ ഇലുമിനാറ്റി സാഗ, പിന്നെ ദ ഡേഞ്ചേഴ്സ് ഇൻ മൈ ഹാർട്ട് സീസൺ 2, പിന്നെ ഫ്രീ റൺ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടില്ല സാധനമാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ടെംപ്ലേറ്റിൽ നിന്ന് മാറി നടന്ന ഒരു സീരീസ് ആയിട്ട് തോന്നി. എല്ലാം കഴിഞ്ഞില്ല, ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് നമ്മൾ നോക്കിയിരിക്കുമ്പോഴാണ് ഇതിന്റെ കഥ തുടങ്ങുന്നത് തന്നെ. കംപ്ലീറ്റ് ഒരു ഫ്രഷ് ഫീൽ എനിക്ക് കിട്ടി. പിന്നെ ഇതിന് മ്യൂസിക് ആണെങ്കിലും ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഭയങ്കര രസമായിരുന്നു. പിന്നെ പറയാൻ പറഞ്ഞ ഒരു പുതിയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദി റോങ് വേ ടു യൂസ് ഹീലിംഗ് മാജിക് എന്ന് പറഞ്ഞിട്ട്. സെയിം ടിപ്പിക്കൽ ആ ഒരു ഇസെക്കൈ ജോണർ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ബട്ട് എനിക്ക് അങ്ങനത്തെ ഇഷ്ടമായതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. ബാക്കി പേരും കൂടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് നീണ്ടു പോകും. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിർത്താം. സോ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ജുജുത്സു കൈസൻ സീസൺ 3 അവസാനിച്ച് സീസൺ 4 ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷമോ വരാൻ സാധ്യതയുണ്ട്. പിന്നെ സീസൺ 3 ഒന്നും പറയാനില്ല, എന്താ വരുന്നത്. പ്ലോട്ട് നമ്മളൊന്നും പറയുന്നില്ല, പക്ഷേ ആനിമേഷൻ എൻ്റെ മോനെ വിഷയം സാധനമായിരുന്നു. പുതിയ സീസണൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. പക്ഷേ ഒരു സൈഡിൽ ആനിമേറ്റേഴ്സ് അവരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് കുറച്ച് സങ്കടം. നിങ്ങൾ അറിഞ്ഞു കാണും ആ ഒരു അലിഗേഷൻസ്, മാപ്പ് കൊടുക്കുന്ന ആ ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള പ്രഷർ, അതിൽ നിന്ന് വന്ന ബാക്ക് സ്ലാഷ്. ജുജുത്സു കൈസിന്റെയും ചെയിൻസോ മാൻ സീരീസിന്റെയും ഡയറക്ടേഴ്സ് 2 പേരും ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാപ്പിൽ നിന്നും റിസൈൻ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അവർ 2 പേരും അവരുടെ സ്വന്തം കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ. ഇനി ഈ 2 സീരീസിന്റെ അവസ്ഥ എന്താവും അറിയത്തില്ല, കാരണം പുതിയ ഡയറക്ടേഴ്സ് ആയിരിക്കും. അവരെങ്ങനെ ആ ഒരു സീരീസിനെ അപ്രോച്ച് ചെയ്യുന്നു, ഇതെല്ലാം ആ ഒരു സീരീസിന്റെ എക്സ്പീരിയൻസിനെ ബാധിക്കും നല്ല രീതിയിൽ. എനിവേ മാപ്പിൽ നിന്നും വർക്ക് പ്രഷർ കാരണം ഒരുപാട് ആനിമേറ്റേഴ്സ് ലീവ് ചെയ്യുന്നുണ്ട്. പിന്നെ ജുജുത്സു കൈസൻ മാംഗ ഏതാണ്ട് ഈ വർഷം തന്നെ അവസാനിക്കുന്നതാണ് കേട്ടത്. അപ്പോൾ ജുജുത്സു കൈസൻ ആനിമി തീരാറായി, ഇനി കുറച്ച് വർഷം കൂടെ ഉള്ളൂ. ദെൻ ഉഫോർട്ടേബിൾ, അതായത് ഡീമൺ സ്ലെയറിന്റെ സ്റ്റുഡിയോ ആയിട്ടുള്ള ഉഫോർട്ടേബിൾ പുതിയൊരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഓൺ ദി ഹോളി നൈറ്റ്. അതിന്റെ ട്രെയിലർ വിട്ടു. നമ്മുടെ മറ്റേ ഫേറ്റ് സീരീസ് ഇല്ലേ, ഫേറ്റ് സ്റ്റേ നൈറ്റ്, അതിന്റെ ഒക്കെ ഒരു വൈബാണ് അത് കാണുമ്പോൾ എനിക്ക് കിട്ടിയത്. ആനിമേഷന്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട, അവർ തകർക്കും. ബട്ട് സ്റ്റോറി ക്യാരക്ടറൈസേഷൻ ഇതിലേക്കൊക്കെ വരുമ്പോഴാണ് ഞാൻ കൺസേൺ ആവുന്നത്. എന്തായാലും വരട്ടെ, കണ്ടുനോക്കാം. പിന്നെ ഡോക്ടർ സ്റ്റോൺ അതിന്റെ സീസൺ 3 എൻ്റെ മോനെ കിട്ടില്ല, ലൈക്ക് കിട്ടില്ല. എന്തായിരുന്നു ആ ലാസ്റ്റ് കുറെ എപ്പിസോഡൊക്കെ, എൻ്റെ അമ്മോ, അത് കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ എന്ത് ഈ പറയുന്നതെന്ന്. സോ സീസൺ 4 അനൗൺസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതാണ് അതിന്റെ ഫൈനൽ സീസൺ. ഇതോടെ ഈ ഒരു സീരീസ് അവസാനിക്കും. അതുകൊണ്ട് ഇത് ഇതുവരെ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ നോക്കും. ഒന്നും വേണ്ടതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ബാക്കി നിങ്ങൾ കാണണോ വേണ്ടി വന്ന് ആ ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ തീരുമാനിച്ചോ. ട്രസ്റ്റ് മീ ഓൺ ദിസ്, എന്തിനാണ് ഈ ഒരു സാധനം കണ്ടേ എന്നൊരു തോന്നൽ ഒരിക്കലും നിങ്ങൾക്ക് വരത്തില്ല, ഉറപ്പ്. പിന്നെ നമ്മുടെ കോഡ് ഗിയാസിന് ഒരു സീക്വൽ ആനിമി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്, കൂടെ ഒരു ട്രെയിലർ വിട്ടിട്ടുണ്ട്. പടം ഈ വർഷം മെയിൽ ജപ്പാനിൽ റിലീസ് ഉണ്ടാവും. ട്രെയിലർ കണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. എനിവേ ആ ഒരു കാണാനൊക്കെ ഏതാണ്ട് നമ്മൾ ആ പണ്ടത്തെ ആ ഒരു വൈബുണ്ട്, ബട്ട് അതിൽ മാത്രം ഒതുങ്ങി പോകുമെന്നും പേടിയുണ്ട്. നമ്മുടെ ആശാനില്ലാതെ എന്ത് കോഡ് ഗിയാസ്, അതാ ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ട്രെയിലർ വന്നിട്ടുണ്ട്, കണ്ടു നോക്കുക. പിന്നെ നമ്മുടെ വിച്ച് സ്റ്റുഡിയോ വൺ പീസിന് റീമേക്ക് അനൗൺസ് ചെയ്തേക്കുന്നു. ഈസ്റ്റ് ബ്ലൂ സാഗ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അത് എവിടെ നിർത്തുന്ന ഒരു പിടിയില്ല. മറൈൻ ഫോണിന് മുമ്പായിട്ടോ അലബസ്റ്റയിലൊക്കെ വല്ല ആയിരിക്കും. പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരു താല്പര്യമില്ല. ബിക്കോസ് അന്ന് വന്ന ആ ഒരു ആനിമയ്ക്ക് ഒരു പ്രത്യേക എസൻസ് ഉണ്ട്. ആ പഴയ ഒരു എസ്തെറ്റിക്സ് തന്നെ ഇപ്പൊ ആനിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. ആൻഡ് അതുപോലെ നീട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആക്കി അവർ പറയത്തുള്ളൂ. ഇതെല്ലാം നമ്മൾ കണ്ട ഒരു പഴയ OG സാധനത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ഈ ഒരു പഴയ ആനിമേഷൻ ആണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കാണാതിരിക്കുന്നുണ്ട്. പിന്നെ 1000 എപ്പിസോഡ് വരുന്ന ഈ ലെങ്ത് കാരണം. അപ്പോൾ ലൈവ് ആക്ഷൻ കഴിഞ്ഞ് ഇപ്പം ഇതിന്റെ റീമേക്ക് വരുവാണെങ്കിൽ ഒരുപാട് ഓഡിയൻസ് ഈ ഒരു സാധനത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓഫ് കോഴ്സ് നെറ്റ്ഫ്ലിക്സിന്റെ യൂഷ്വൽ ആയിട്ടുള്ള മിൽക്കിംഗ് പരിപാടി തന്നെയാണ്. ബട്ട് ഒരുപാട് പുതിയ ആളുകളിലേക്ക് ഇത് എത്താനുള്ള സാധ്യതയും കൂടുന്നുണ്ട്. അപ്പോൾ പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമില്ലെങ്കിലും ഇത് നല്ലൊരു ടേക്ക് തന്നെയാണ്. പിന്നെ ചെയിൻസോ മാൻ്റെ ഒരു പുതിയ മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ട്. റിലീസ് ഡേറ്റ് എപ്പോഴാണെന്ന് വിട്ടിട്ടില്ല, എന്തായാലും ഈ കൊല്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഹെൽസ് പാരഡൈസിന്റെ സീസൺ 2 അതിന്റെയും റിലീസ് ഡേറ്റ് ഇല്ല. അതും ഈ വർഷം അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിലോ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മറ്റൊരു സാധനമാണ് കൈജു നമ്പർ 8. അത് ഈ വർഷം ഏപ്രിൽ എയർ ചെയ്ത് തുടങ്ങും. ട്രെയിലർ ആൾറെഡി വന്നിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. പിന്നെ അടുത്ത മാസം ഫെബ്രുവരി 16-ാം തീയതി ഹൈക്യൂബ് മൂവി വരുന്നുണ്ട്, ഫൈനൽ മൂവി പാർട്ട് 1. എനിക്ക് തോന്നുന്നു അധികം വൈകാതെ തന്നെ നമ്മുടെ നാട്ടിലും ഇത് വരും. പിന്നെ മൈ ഹീറോ അക്കാഡമിയുടെ സീസൺ 7 ട്രെയിലർ വിട്ടിട്ടുണ്ട്. അത് ഈ വർഷം മെയ് 4-ാം തീയതി തൊട്ട് എയർ ചെയ്യാൻ തുടങ്ങും. എനിക്കൊന്ന് ഇപ്പോഴും ഈ ഒരു സീരീസ് കാണാത്ത
ഒരുപാട് പേരുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഷോൺ കാറ്റഗറിയിലെ ഒരു സോളിഡ് സാധനം തന്നെയാണ് മൈ ഹീറോ അക്കാഡമിയ. ഇതിന്റെ ആദ്യത്തെ 3-4 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ തന്നെ കണ്ടോളൂ. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക മൈ ഹീറോ അക്കാഡമിയ. സീസൺ 6 എവിടെ നിന്ന് നമ്മൾ കണ്ടതാണ്, ഇനി 7 എവിടെയൊക്കെ എന്തൊക്കെ ആകുമെന്ന് കണ്ടറിയണം. പിന്നെ ഈ വർഷം സമ്മർ സീസണിൽ ഇതിന്റെ പുതിയ മൂവി വരുന്നുണ്ടാവും. അത് പിന്നെ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, ഒരു നോൺ കാനൺ ഫാൻ സർവീസ് പോലെ ഒരു പരിപാടിയായിരിക്കും. ആദ്യത്തെ പടത്തിൽ കിട്ടിയ ഒരു വൈബ് പിന്നെ വന്ന ഒറ്റപ്പടത്തിൽ എനിക്ക് കിട്ടിയില്ല, പ്രത്യേകിച്ച് അവസാനത്തെ പടം എന്തോന്നത്. പിന്നെ ഒരു കാര്യം കേട്ടായിരുന്നു, ഇതിന്റെ ലൈവ് ആക്ഷൻ ഇപ്പോൾ പ്രൊഡക്ഷനിലാണെന്ന് പറഞ്ഞു. നെറ്റ്ഫ്ലിക്സിലാണ് ഇതും വരുന്നത്. വൺ പീസ് പോലെ തന്നെ പുതിയ കുറെ ഓഡിയൻസിലേക്ക് ഈ ഒരു സീരീസ് എത്താൻ ഇത് സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വൺ പീസ് എങ്ങനെ എടുത്തോ അതേപോലെ എടുത്താൽ മാത്രം കൊളമാക്കിയ തീർന്ന്. പിന്നെ നറൂട്ടോന് ലൈവ് ആക്ഷൻ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്, അതിന് എന്താവും അറിയത്തില്ല. ഇതിന് അടുത്ത മാസം ഫെബ്രുവരി 23 ഡീമൺ സ്ലെയറിന്റെ പുതിയ മൂവി വരുന്നുണ്ട്. കാര്യമൊന്നുമില്ല, കഴിഞ്ഞ സീസണിലെ ലാസ്റ്റ് എപ്പിസോഡും ഇനി വരാൻ പോകുന്ന സീസണിന്റെ ഫസ്റ്റ് എപ്പിസോഡും ചേർത്തി ഒരു സിനിമയാണെന്ന് പറഞ്ഞ അവന്മാരിടും. ഒന്ന് നേരെ ചുവ ക്രെഡിറ്റ്സ് പോലും കട്ട് ചെയ്യാതെയാണ് അവന്മാരിടുന്നത്. എന്നിട്ടും ഓഫ് കോഴ്സ് ഒരു നാണമില്ലാതെ ഞാൻ പോയി കാണും. സോ സീരീസ് സ്പ്രിംഗിൽ എയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. സിനിമ കാണാൻ പറ്റിയില്ലോ എന്ന് പറയുന്നൊരു വിഷമം വേണ്ട, കാരണം അത് സിനിമയെ ആയിരുന്നില്ല. നോഷിനോക്കോ സീസൺ 2 ഈ വർഷം ഉണ്ടാവും. ബ്ലൂ ലോക്കിന്റെ മൂവി ഈ വർഷം ഉണ്ടാവും. അത് അടുത്ത മാസം കഴിഞ്ഞ് April 19 വരുന്നത്. ഒത്തൽ 2-3 മാസം കഴിയുമ്പോൾ നമ്മുടെ അവിടെയും വരും. നീണ്ട 13 വർഷത്തെ പബ്ലിഷിങ്ങിന് ശേഷം നോരഗാമി സീരീസ് അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി മാംഗ വായിച്ചിട്ടില്ല, പക്ഷെ അതിന്റെ ആനിമ കണ്ടിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമാണ്. ഒരു സോളിഡ് ആക്ഷൻ ഐറ്റം ആണത്. അതിന്റെ സീസൺ 3 എപ്പോഴാണെന്നുള്ള കാര്യം ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. വൈകാതെ വരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്, കാരണം അതങ്ങ് അങ്ങനെ ഒഴിവാക്കി വിടും തോന്നുന്നില്ല. മെയിൻ ഇസക്കി സാധനമായിട്ടുള്ള ഓവർലോഡിന്റെ ഒരു സീക്വൽ മൂവി വരുന്നുണ്ട് ഈ വർഷം തന്നെ, 2024 തന്നെ ജപ്പാനിൽ അത് റിലീസ് ചെയ്യും. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിച്ച് സ്റ്റുഡിയോയും WBയും ചേർന്നിട്ട് സൂസൈഡ് സ്ക്വാഡിന് ഒരു ഇസക്കി ആനിമ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, കൊള്ളാം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ആനിമ അപ്ഡേറ്റ്സ് ഉള്ളത്. ഇവിടെ നിന്ന് അങ്ങനെ നമ്മൾ ഹോളിവുഡ് സ്റ്റോറിലോട്ട് പോവുകയാണെങ്കിൽ ഈ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് അനൗൺസ് ചെയ്തു. അതിൽ നമ്മുടെ ഓപ്പൺഹൈമർ 8 നോമിനേഷനിൽ 5 എണ്ണം ജയിച്ചിരിക്കുകയാണ്. ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ഡയറക്ടർ, ഒറിജിനൽ സ്കോർ, ബെസ്റ്റ് ആക്ടർ ആൻഡ് ആക്ടർ ഇൻ സപ്പോർട്ടിംഗ് റോൾ. അപ്പോൾ ഈ 5 കാറ്റഗറിയിലും ഓപ്പൺഹൈമർ ആണ് ജയിച്ചേക്കുന്നത്. ഇതുകൂടാതെ ബാർബി, സക്സഷൻ, ബീഫ്, ദ ബെയർ, അനാട്ടമി ഓഫ് എ ഫാൾ, ദി ഹോൾഡോവേഴ്സ്, പൂർ തിങ്സ്, അതേപോലെ തന്നെ ദി ബോയ് ആൻഡ് ദ ഹെറോൺ, കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂൺ, ലില്ലി ഗ്ലാഡ്സ്റ്റോൺ, അങ്ങനെ എല്ലാവർക്കും ഈ വർഷം ഗോൾഡൻ ഗ്ലോബ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്രിറ്റിക്സ് ചോയ്സ് അതിനകത്ത് നമ്മുടെ ഓപ്പൺഹൈമർ ആണ് 8 എണ്ണത്തിലാണ് ജയിച്ചേക്കുന്നത്. പിന്നെ എമ്മി അവാർഡ്സ് ഇന്നായിരിക്കും, അപ്പോൾ അതിന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. അവാർഡ്സിന്റെ കാര്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രധാന അപ്ഡേറ്റ് ഉള്ളത് നമ്മുടെ WBയും ടോം ക്രൂസും തമ്മിൽ ഒരു ഡീൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇവർ തമ്മിൽ കൊളാബറേറ്റ് ചെയ്ത് ഇപ്പം നിൽക്കുന്ന ഫ്രാഞ്ചൈസിന് പുറമെ പുതിയ കുറേ പ്രോജക്ട്സും ഒക്കെ ആയിട്ട് വരും എന്നാണ് അറിഞ്ഞേക്കുന്നത്. WBന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസ് ആയിട്ടുള്ള DCUലേക്ക് ടോം ക്രൂസ് വരുമോ എന്നത് വലിയൊരു ചോദ്യമാണ്. എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല, പകരം വേറെ പ്രോജക്ട്സുമായിട്ട് പോകാനായിരിക്കും സാധ്യത. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഇവർ തമ്മിൽ കൊളാബറേറ്റ് ചെയ്യുന്ന ഒറിജിനൽ പ്രോജക്ട്സ് ആണ്. ടോം ക്രൂസിന് ആ ഒരു പൾസ് അറിയാം, അതായത് ഏത് പടം എപ്പോൾ കൊടുക്കണം എന്നുള്ള പരിപാടി. പിന്നെ പോരെ തന്നെ ടോപ്പ് ഗൺ മാവറിക്കിന്റെ ആ ഒരു ഹ്യൂമങ്കസ് സക്സസിന് ശേഷം ആ ഫ്രാഞ്ചൈസ് വീണ്ടും വലുതാവുകയാണ്. ടോപ്പ് ഗൺ 3 ഇപ്പോൾ ഡെവലപ്മെന്റിലാണ് എന്നൊരു കാര്യം അറിയിച്ചിട്ടുണ്ട്. ഗ്ലെൻ പവൽ, മൈൽസ് ടെല്ലർ, ടോം ക്രൂസ് ഇവരെല്ലാം റിട്ടേണിംഗ് റോൾസിൽ വരുന്നുണ്ട്. ടോപ്പ് ഗണിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ജോസഫ് കൊസിൻസ്കി എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടെ എറൻ ക്രൂഗർ പുള്ളിയുണ്ട് കോ-റൈറ്ററായിട്ട്. സോ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അനാവശ്യമായ ഒരു സീക്വൽ ആണെന്നൊരു തോന്നലുണ്ടെങ്കിൽ പോലും ടോം ക്രൂസും ജോസഫ് കൊസിൻസ്കിയും അവരുടെ ഫ്രാഞ്ചൈസിനെ മോശമാക്കുന്ന രീതിയിൽ ഒരു പടം എടുക്കുന്നത് എനിക്ക് ഒരു വിശ്വാസവും. അപ്പോൾ എങ്ങനെയാവും ഏതാവും എന്നുള്ള കാര്യമൊക്കെ കണ്ടറിയേണ്ടി വരും. പിന്നെ നമ്മുടെ ഫേമസ് കൊറിയൻ ഡയറക്ടറായിട്ടുള്ള ബോങ് ജൂൺ ഹോ, അതായത് മെമ്മറീസ് ഓഫ് മർഡർ, പാരസൈറ്റിന്റെ ഒക്കെ ഡയറക്ടറിന്റെ ഏറ്റവും പുതിയ പടമാണ് മൈക്കി 17. റോബർട്ട് പാറ്റിസനൊക്കെയാണ് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. പടത്തിന്റെ ആകെ ഒരു ഫസ്റ്റ് ലുക്ക് മാത്രമേ വിട്ടിട്ടുള്ളൂ, വേറെ ഒരു ഇൻഫർമേഷനും ഇല്ല. ഇപ്പോൾ ഈ ഒരു പടം ഡിലേ ആയിരിക്കുകയാണ് ഇൻഡെഫിനിറ്റ് ആയിട്ട്. ഈ വർഷം മാർച്ച് 19 വരും എന്ന് വിചാരിച്ച പടം അത് വീണ്ടും നീണ്ട് എപ്പോഴാണെന്ന് പോലും അറിയിക്കാത്ത രീതിയിൽ പോയേക്കുക. ഈ വർഷം അവസാനം വരാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ അടുത്ത വർഷമായിരിക്കും. എന്താണെങ്കിലും ഭയങ്കര സങ്കടമുണ്ട്, കാരണം എനിക്ക് നല്ല പ്രതീക്ഷയുള്ള ഒരു പടമായിരുന്നു. എന്തായാലും ഇത് പോയി. ഇനി വേറൊരു സാധനം അതേ മാസം വരുന്നുണ്ട്, മാർച്ച് 15 നമ്മുടെ ഡ്യൂൺ 2. ആ പടത്തിന്റെ റൺ ടൈം ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. 2 മണിക്കൂറും 46 മിനിറ്റുമാണ് ഉള്ളത്. കഴിഞ്ഞ പടത്തിനെ അപേക്ഷിച്ച് 11 മിനിറ്റും പുള്ളിയുടെ ഫിലിമോഗ്രഫി, ഡെനിസ് വില്ലിനോട് ഫിലിമോഗ്രഫിയിൽ തന്നെ ഏറ്റവും വലിയ പടമായിട്ട് ഡ്യൂൺ 2 മാറുകയാണ്. ഇത്രയും നാളും ബ്ലേഡ് റണ്ണർ ആയിരുന്നു 2049, ഇനി അത് ഡ്യൂൺ 2 ആണ്. ആൻഡ് ഐ എം സൂപ്പർ ഹാപ്പി. പിന്നെ കൂടെ തന്നെ 3rd ട്രെയിലറും അവർ പുറത്തു വിട്ടിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക, കിട്ടില്ല സാധനമാണ്. ആ ട്രെയിലറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുൻഫു പാണ്ട 4ന്റെ ട്രെയിലറും പുറത്തു വിട്ടിട്ടുണ്ട്. അതും കാണാൻ കൊള്ളാം, രസമുണ്ടായിരുന്നു. പിന്നെ പണ്ടത്തെ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് പടം ഉണ്ടായിരുന്നു 28 Days Later, ഡാനി ബോയിൽ സംവിധാനം ചെയ്ത് അലക്സ് ഗാർലാൻഡ് എഴുതിയ കിലിയൻ മർഫി ഒക്കെ ഉള്ള ആ ഒരു പടം. ആ പടത്തിന് ഒരു സീക്വൽ ട്രയോളജി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് പടമായിട്ട് 28 Years Later ഇപ്പോൾ പ്രൊഡക്ഷനിലാണ്. ഇത് കഴിഞ്ഞ് ഇനി 2 പടം കൂടെ 28 Decades Later ആൻഡ് 28 Centuries Later. ആ ഒരു അപ്പോക്കലിപ്സിന് ശേഷം ആ ഒരു ഫ്യൂച്ചർ ആണ് പ്രധാനമായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. അലക്സ് ഗാർലാൻഡ് ആയിരിക്കും 3 പടം എഴുതുന്നുണ്ടാവുക. നിലവിൽ ആദ്യത്തെ പടം മാത്രമാണ് ഡാനി ബോയിൽ ഡയറക്ട് ചെയ്യാൻ വേണ്ടി സ്ലേറ്റ് ചെയ്തേക്കുന്നത്. അത് ബാക്കി 2 പടം കൂടെ ചെയ്യുമെന്നുള്ള കാര്യം അറിയത്തില്ല. ഓരോ പടവും ഏതാണ്ട് $75 million ആണ് ബഡ്ജറ്റ് കൊടുത്ത് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കുന്നത്. ആദ്യത്തെ പടം നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമുള്ള പടമാണ്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കാം. അതിൽ കിലിയൻ മർഫി നടന്നു വരുന്ന ഒരു ഐക്കോണിക് ഷോട്ടൊക്കെ ഉണ്ട്, നല്ല ഫേമസ് ആണ്. കിലിയൻ മർഫി റിട്ടേൺ ആവുക എന്ന് പറയുന്നത് വലിയൊരു ചോദ്യമാണ്, അറിയത്തില്ല. ഇതുവരെ ഒന്നും കൺഫേം ആയില്ല, പക്ഷേ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ പീക്കി ബ്ലൈൻഡേഴ്സ് 2022 6th സീസണും കൂടെ വന്നിട്ട് ഈ ഒരു സീരീസ് അവസാനിച്ചു. ബട്ട് പുതിയൊരു മൂവിയും പിന്നെ കുറെ സ്പിൻ ഓഫ് ഒക്കെ ആയിട്ട് ഈ ഒരു ഫ്രാഞ്ചൈസ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി അവർ പ്ലാൻ
പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ സീക്വൽ പടം ഈ വർഷം തന്നെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അതിന്റെ ക്രിയേറ്റർ ആയിട്ടുള്ള സ്റ്റീവൻ നൈറ്റ് കൺഫേം ചെയ്തൊരു കാര്യമാണ്. ദെൻ റോബർട്ട് ഡഗേഴ്സിന്റെ ഏറ്റവും പുതിയ പടമാണ് നൊസ്ഫെറാത്തുവിന്റെ റീമേക്ക്. ഒരു വമ്പൻ താരനിരയൊക്കെ വെച്ചിട്ട് വൻ വിഷയത്തിൽ ചെയ്യാൻ പോവാന്ന് തോന്നുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ലുക്ക് മാത്രം പുറത്തു വിട്ടിട്ടുണ്ട്. ബ്രോയ് സീരിയസ്ലി കുക്കിംഗ് സംതിങ്. അതിൽ വേറൊരു വിഷയം ഞാൻ അറിഞ്ഞത്, ഇങ്ങേരു ഒരു സീനിന് വേണ്ടി 2000 റാറ്റ് എലികളെ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ട്. അത്ര CGO VFX ഒന്നും പോകാതെ പുള്ളി ശരിക്കുമുള്ള റാറ്റ്സിനെ എലികളെ വെച്ച് ഒരു സീൻ എടുത്തിട്ടുണ്ട്. അതും 2000 എണ്ണം. റോബർട്ട് ഡഗേഴ്സ് ഇപ്രാവശ്യം ഇതിനകത്ത് കാര്യമായിട്ട് എന്തൊക്കെയോ பண்ணுന്നുണ്ട്, എന്താണെങ്കിലും കണ്ടറിയാം. പിന്നെ ദി ബോയ് സീരീസിന് വേറൊരു സ്പിൻ ഓഫ് അനൗൺസ് ചെയ്തു, ദി ബോയ്സ് മെക്സിക്കോ എന്ന് പറഞ്ഞു. ഡേ ബൈ ഡേ ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഇങ്ങനെ വലുതായിക്കൊണ്ടേ ഇരിക്കുക. ഇതുപോലെ തന്നെ ക്വാളിറ്റി സ്റ്റഫാണ് ഇവർ തരുന്നതെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നം. പക്ഷെ എന്നെ കൺസേൺ ചെയ്യുന്ന ഒരേ ഒരു കാര്യം, ഇത് റൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലൂ ബീറ്റിലിന്റെ റൈറ്ററാണ്. അത് ഇച്ചിരി കൺസേണിങ് തന്നെയാണ്. അടുത്തൊരു ബ്ലൂ ബീറ്റിൽ ആവാതിരുന്നാൽ അത്രയും നല്ലത്. പിന്നെ നമ്മുടെ കാരാട്ടെ കിഡ് ഫിലിംസിലെ അതിൽ പുതിയൊരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അനൗൺസ്മെന്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാണ് ഏതെന്ന് പറയുന്ന ഒരു കാര്യം അവർ പുറത്തുവിട്ടിട്ടില്ല. പഴയ സിനിമകളിലെ ക്യാരക്ടേഴ്സിനെ തിരിച്ചു കൊണ്ടുവരും എന്നൊക്കെയാണ് പറയുന്നത്. 1984 വന്ന വേർഷനും അതേപോലെ തന്നെ 2010 വന്ന റീമേക്ക് വേർഷനും. എന്തിനാ ഇങ്ങനെ ഒരു സാധനം എന്നറിയത്തില്ല. എങ്കിലും ഇതുപോലൊരു ഐറ്റം വരുന്നുണ്ട്, പറയാൻ പറ്റത്തില്ല. ഹൂ നോസ്, ഈ കാരാട്ടെ കിഡ് സിനിമാറ്റിക് യൂണിവേഴ്സ് ആരെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിലോ. അപ്പോൾ ഇത്രയുമാണ് ഹോളിവുഡ് സൈഡിൽ നിന്ന് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്ന് പറയാനുള്ളത്. അവിടെ തന്നെ മാർവൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ തോർ 4 പുതിയൊരു ഡയറക്ടറിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതും ഗാരത്ത് എഡ്വേർഡ്സ് ആണ് ഇപ്പോൾ ലിസ്റ്റിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്ന ക്രിയേറ്ററും അതേപോലെ തന്നെ സ്റ്റാർ വാർസ്, റോഗ് വൺ ഒക്കെ ഇങ്ങേറെ പടങ്ങളാണ്. ഒരു ഡിസ്കഷൻ മാത്രമേ പോകുന്നുള്ളൂ, എവിടെയും ആരും കൺഫേം ചെയ്ത കാര്യമല്ല. കഴിഞ്ഞ പടങ്ങൾ പോലെ അല്ലാതെ ഇത് കുറച്ചും കൂടെ ഡാർക്ക് ആക്കാൻ വേണ്ടി അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം ലവ് ആൻഡ് തണ്ടറിലെ കോമഡി ഒന്നും എവിടെ എത്തിയില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇന്റൻഷനലി കുറച്ച് ഡാർക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. തോർ 2 പോലെ ഡാർക്ക് ആവാതിരുന്നാൽ അത്രയും നല്ലത്. മാർവൽ ഇപ്പോൾ ഡെസ്പറേറ്റ് ആണ് വല്ലാണ്ട്. എന്തപ്പോൾ ചെയ്യുക, എങ്ങനെയാണ് ഫാൻസിനെയൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുക എന്നൊക്കെ ഭയങ്കര ആലോചനയാണ്. ആലോചിക്കുക ഒന്നിരുന്ന് ആലോചിച്ച് കിട്ടാവുന്ന ഉത്തരേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം എക്കോ സീരീസ് വന്നായിരുന്നു. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ വന്നതിൽ കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മാർവലിൽ ലോക്കി എക്സെപ്ഷൻ ആണ്. കാരണം ലോക്കി എന്ന് പറയുന്ന സീരീസ് ഉള്ളതുകൊണ്ടാണ് കുറച്ച് പേരെങ്കിലും ഇതിൽ പിടിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ പണ്ടേ ആൾക്കാർ ഇട്ടിട്ട് പോയിട്ടുണ്ടോ, ഒരു സംശയവും വേണ്ട. എക്കോ ഓവറോൾ ഒരു ഡീസന്റ് വാച്ച് ആണെങ്കിലും അതിനപ്പുറത്തേക്ക് ഒന്നും ഡെലിവർ ചെയ്യുന്നില്ല. റൈറ്റിംഗ് ആയിരുന്നു പ്രധാന ഇഷ്യൂ. ഇപ്പോൾ കിങ് പിൻ ആണെങ്കിലും ഡെയർ ഡെവിൽ ആണെങ്കിലും അവർക്കൊക്കെ ഒരു സോളിഡ് റൈറ്റിംഗ് ഇല്ലാതെ ചുമ്മാ ഒരു സെല്ലിംഗ് പോയിന്റ് ആയിട്ട് മാത്രമേ അവർ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മുടെ ക്യാങ് പുള്ളി പോയ കാര്യം നിങ്ങൾ അറിഞ്ഞു കാണും. നമ്മുടെ ജോണത്തൻ മേജേഴ്സിനെ ഫയർ ചെയ്തു. ആ നടന്ന കേസിൽ പുള്ളി തോറ്റു. പുള്ളി ഗിൽറ്റി ആണെന്ന് പറഞ്ഞ് വിധി വന്നു. ക്യാങ്ങിനെ വെച്ച് ഇവർ പ്ലാൻ ചെയ്ത എല്ലാം ഇപ്പോൾ വെള്ളത്തിൽ വരച്ച വര പോലെ ആവുന്ന തോന്നുന്നു. അതിലും ചെറിയൊരു പ്രതീക്ഷയുള്ളത് ക്യാങ് ഡൈനാസ്റ്റി റീറൈറ്റ് ചെയ്യാൻ വേണ്ടി ലോക്കിയുടെ റൈറ്ററിനെ അവർ വിളിച്ചിട്ടുണ്ട്, ഹയർ ചെയ്തിട്ടുണ്ട്, മൈക്കിൾ വാൽഡർ. പുള്ളിയാണ് അവസാന പ്രതീക്ഷ. ഇനി അങ്ങോട്ട് ക്യാങ്ങിന്റെ കാര്യത്തിൽ ഇവർ എന്താ പ്ലാൻ ചെയ്യുന്നത്? റീകാസ്റ്റിംഗ് ആണോ, സ്ക്രാപ്പ് ചെയ്യോ, അല്ലെങ്കിൽ ടോട്ടലായിട്ട് പുതിയ ക്യാരക്ടറിനെ കൊണ്ടുവരുമോ, ഒന്നും അറിയത്തില്ല. അറ്റ് ദിസ് പോയിന്റ് മാർവലിന്റെ കത്തിക്കൽ തീർന്നു. എൻഡ് ഗെയിം ആയിരുന്നു എൻഡ്. പിന്നെ വേണമെങ്കിൽ നോവേ ഹോമും വാൻഡാവിഷനും ലോക്കിയൊക്കെ ഒരു എപ്പിലോഗ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഇതിനെ അങ്ങ് മറന്നു കളയാം. ഇതിങ്ങനെ ഒരു സൈഡിൽ കൂടെ പോവുകയാണെങ്കിലും ഡിസ്നി പ്ലസ് ബ്ലാക്ക് പാന്തറിന്റെ പുതിയൊരു ആനിമേറ്റഡ് സീരീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഐസ് ഓഫ് വക്കാൻഡ. ഒരു പ്രീക്വൽ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ പോകുന്ന ഒരു സ്പിൻ ഓഫ് ആനിമേറ്റഡ് സീരീസ് ആണ്. അത് ഈ വർഷം തന്നെ ഉണ്ടാവും. അടുത്ത മാസം മാഡം വെബ് വരുന്നുണ്ട്. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എന്റെ കംപ്ലീറ്റ് പ്രതീക്ഷയും പോയി. സിഡ്നി സ്വീനിയും ഡക്കോട്ട ജോൺസനെയൊക്കെ ചുമ്മാ സ്ക്രീനിൽ പോയി കാണാം എന്നല്ലാതെ ഒരു എക്സൈറ്റ്മെന്റും എനിക്ക് ഈ പടത്തിലില്ല. ഒത്താൽ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ഒരു പടം വന്നിട്ടങ്ങ് പോകും. അപ്പോൾ ഇത്രയുമാണ് മാർവൽ അപ്ഡേറ്റ്സ് ഉള്ളത്. ഇവിടെ നിന്ന് അങ്ങനെ DC സൈഡിലോട്ട് പോകുമ്പോൾ അവിടെയും പ്രത്യേകിച്ചൊന്നുമില്ല. അക്വാമാൻ 2 വന്നു, വിചാരിച്ച പോലെ തന്നെ വെള്ളത്തിലായി. ഒന്നും ഉണ്ടായിരുന്നില്ല പടത്തിനകത്ത്, ഭയങ്കര ഫ്ലാറ്റ് ആയിരുന്നു. ആദ്യ പടം അക്വാമാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. കാരണം അതിൽ ഒരുപാട് വാവ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. കുറച്ച് വെറൈറ്റി ആൻഡ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല സാധനങ്ങളും പടത്തിനകത്ത് കയറ്റിയായിരുന്നു. എന്നാൽ അതൊക്കെ ഇതിലോട്ട് വരുമ്പോൾ ഭയങ്കര ഡള്ളായിട്ടാണ് പോയത്. കുറെ ക്രിഞ്ച് അടിക്കുന്ന ഡയലോഗുകളും പിന്നെ കുറെ ഫോഴ്സ് ചെയ്ത് വെച്ചേക്കുന്ന ഹ്യൂമേഴ്സും ആവശ്യത്തിനും അനാവശ്യത്തിനും വെച്ചേക്കുന്ന CG എന്നൊക്കെ പറഞ്ഞ് നമ്മളെങ്ങനെ മടുപ്പിക്കുന്ന രീതിയിൽ കുറെ സാധനമൊക്കെ ചെയ്ത് വെച്ചേക്കുന്നു. ഒരു ജെയിംസ് വാൻ സിനിമയും നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനമൊന്നും ആയിരുന്നില്ല. പിന്നെ ഈ പടം തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ പ്രശ്നങ്ങളായിരുന്നു. എത്ര റീറൈറ്റിംഗ്, എത്ര റീഷൂട്ട്, ജോണിയുടെ പാമ്പർ ഹെഡ് ഇഷ്യൂ, ഇങ്ങനെ പല പ്രശ്നങ്ങളായിരുന്നു പടം തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ. സോ അതെല്ലാം ഈ ഒരു പടത്തിനെ ബാധിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. നമ്മൾ ജെയിംസ് വാനിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു പടം കിട്ടാതെ വന്നപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഇനി DCUലേക്ക് വരികയാണെങ്കിൽ അവിടെ സൂപ്പർ ഗേളിന് ഒരു കാസ്റ്റിംഗ് ഒക്കെ നടക്കുക എന്ന് പറഞ്ഞ് റൂമർ പോകുന്നുണ്ട്. ജെയിംസ് ഗണ്ണ് തന്നെ ട്വിറ്ററിനകത്ത് വെറുതെ ഇരിക്കത്തില്ലല്ലോ. ഇതുപോലെ തന്നെ മാറ്റ് റീവ്സ് DCUയിൽ ഒരു സീക്രട്ട് ആയ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിപ്പോൾ ഡെവലപ്മെന്റിലാണ് എന്ന് പറഞ്ഞൊരു സംസാരം പോകുന്നുണ്ട്. മാറ്റ് റീവ്സിന് ഓൾറെഡി ദി ബാറ്റ്മാൻ യൂണിവേഴ്സ് ഉണ്ട്, അത് നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതിന്റെ കൂടെ DCUയിലും ഒരു പ്രോജക്റ്റ് ഉണ്ടാവും അത്രേ. അപ്പോൾ ഇത്രയാണ് DCയിൽ പറയാനുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇൻകേസ് എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക, എല്ലാവരും അറിയട്ടെ. മറ്റൊരു ദിവസം മറ്റു കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് കാണാം. അതുവരെ ബൈ.